ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണ് കസിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കാം. നെയിൽ പോളിഷിങ് ഉണ്ട്. ബാബ വന്നു ഗൈസ്. ബാബ ഫാൻസ് ഇറങ്ങി. ചേച്ചിക്കാണെങ്കിൽ സി-ടെറ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ അവൾ എക്സാം കഴിഞ്ഞിട്ട് കൊണ്ടോട്ടിക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല പനിയാണ് ഗൈസ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കണേ. അങ്ങനെ വഴിയിൽ വെച്ച് ബാബ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ എൻ്റെ ഏട്ടനെ ബാബ എന്നാണ് വിളിക്കൽ. കൊണ്ടോട്ടിയിലെത്തിയപ്പോൾ തന്നെ നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ ലൈമും പപ്സൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ മാമി കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ ചേച്ചി ഏട്ടനൊക്കെ നല്ല തിരക്കിലാണ്. അപ്പോൾ അവർക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ഹൽദിക്ക് നിൽക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറച്ച് നേരം. കരാട്ട എങ്ങനെയാ? കരാട്ടയാണത്. ബ്ലോഗർ ദേവുമാണ്. എവിടെ പട്ടി? ഈ യെല്ലോ ഡ്രസ്സിട്ട് ചേച്ചിയാണ് കല്യാണ ചെക്കൻ്റെ ചേച്ചി. പിന്നെ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് കണ്ണേട്ടൻ. പിന്നെ ഈ യെല്ലോ ഡ്രസ്സിട്ട് ഏട്ടനാണ് നമ്മുടെ കല്യാണ ചെക്കൻ ഗൈസ്. അവർ 3 പേരും മാത്രമാണ് ഹൽദിക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിൽ കല്യാണ ചെക്കൻ്റെ റൂം കാണാൻ വേണ്ടി വന്നതാണ്, മേക്ക് ഓവറൊക്കെ ഒന്ന് നോക്കാൻ. കല്യാണ ചെക്കനെ ഞങ്ങൾ വിളിക്കുക മോനേട്ടൻ എന്നാണ് കേട്ടോ. അപ്പോൾ മോനേട്ടൻ്റെ ഇളയ ചേച്ചിയുണ്ട് സുനി ചേച്ചീൻ്റെ മകനുണ്ട് വിക്കി വാവ ചെറുതായിട്ടൊന്ന് വീണിട്ട് നെറ്റൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്റ്റിച്ച് ഇടാണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലായി. അപ്പോൾ ചേച്ചിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഹൽദിക്ക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ബോറടിച്ചു. അപ്പോൾ ബാബു പറഞ്ഞു പാൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ട് ട്രെൻഡ്സിലേക്ക്. ഇപ്പോൾ എന്നാൽ ഈ അമ്മിക്കുട്ടിയും പോരെന്ന് പറഞ്ഞു. അപ്പോൾ അനിയേട്ടൻ്റെയും ബാബേൻ്റെയും അപ്പം ഞങ്ങൾ വേഗം കയറിയിരുന്നു കാറിൽ.
കമ്പനിയില്ല ചേച്ചിക്ക് എക്സാം ഉള്ളതുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി പോയത് 4 മണിക്കോ മറ്റാണ് പെലച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ഒരു 5 മണിയോ മറ്റേ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് സ്നിക്കേഴ്സ് വാങ്ങി കഴിക്കായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. നമ്മളെ വിക്കി വാവ സ്റ്റിച്ചൊക്കെ ഇട്ട് വന്ന് ഇപ്പോൾ ഗെയിം കളിയിലാണ്, ഓടിക്കളിക്കരുത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്നാണ് പറയുന്നത് വിക്കി. സെൻട്രി ഇതാണ് അച്ഛൻ്റെ ചെറിയ ചേച്ചി എന്ന് വെച്ചാൽ കല്യാണച്ചക്കൻ്റെ അമ്മ. എൻ്റെ അമ്മായിയാണ്, പക്ഷെ ഞാൻ മാമി എന്നാണ് വിളിക്കാൻ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും ഇതാരാന്നുള്ളത്. എൻ്റെ വലിയ മാമിയുടെ മരുമകളാണ് മുത്തുടി ചേച്ചി. മുത്തുടി ചേച്ചീൻ്റെ കുട്ടിയാണ് കേട്ടോ ആമിക്കുട്ടി. അമ്മയൊക്കെതായ നല്ല വർത്തമാനത്തിലാണ്, എന്തൊക്കെയോ പറയുന്നതും കേട്ടിരിക്കുന്നുണ്ട്. ഇവിടെ സോങ്സൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കണ്ണേട്ടൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗാനമേള സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഞങ്ങളിവിടെ നന്നായിട്ട് പാട്ട് പാടുന്ന കുറേ പേരുണ്ട്. അപ്പം അച്ഛനും മുത്തുട്ടി ചേച്ചിയൊക്കെ നന്നായിട്ട് പാടും. മുത്തുട്ടി ചേച്ചി ഇതിൻ്റെ ഇടയിലൊന്ന് മുങ്ങാൻ നിന്നു, പക്ഷെ പിടിച്ചു വെച്ച് ഞങ്ങൾ. മാമിമാരും എല്ലാവരും നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വേറെ വേറെ ഫോണിലായി കൈസ്, അതുകൊണ്ട് ഇതിൽ ഇടയാൻ വേണ്ടി പറ്റിയില്ല. It's gonna pass. 1, 2, 3, go. Gonna pass, go. Ada yang di sana.
കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ട് വന്നിട്ട് കോപ്പിറൈറ്റ് കിട്ടും യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് റിമൂവ് ചെയ്തു ഈ സോങ്. അങ്ങനെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ പോയി. ഇനി നാളെ കല്യാണമാണ്. നാളത്തെ കല്യാണത്തിന് കാണാം ഗൈസ്. അതുവരേക്കും ബൈ, സീ യു. ഞാൻ പറയണ വല്ലതും കേൾക്കണമെന്നറിയില്ല. നാളത്തെ കല്യാണത്തിന് വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ.